സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണം സംബന്ധിച്ച അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ശാശ്വതീകാനന്ദ ആലുവ പുഴയിൽ യാദൃശ്ചികമായി അടിയൊഴുക്കിൽപ്പെട്ട് മുങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. മരണം സംബന്ധിച്ച് മറ്റ് സംശയങ്ങളൊന്നുമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. 114 സാക്ഷികളുടെ പട്ടികയിൽ വെള്ളാപ്പള്ളി നടേശനും ഭാര്യ പ്രീതി നടേശനും ബിജു രമേശും ഉൾപ്പെട്ടിട്ടുണ്ട്. 2013 ഡിസംബർ 31 ക്രൈംബ്രാഞ്ച് SP KG സൈമൺ ഫോർട്ട് കൊച്ചി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. 2002 ജൂലൈ 1 ശാശ്വതീകാനന്ദ ആലുവ പുഴയിൽ യാദൃശ്ചികമായി അടിയൊഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശിവഗിരി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ശാശ്വതീകാനന്ദ ആലുവ അദ്വൈതാശ്രമത്തിലെത്തിയത്. സഹായിയായ സാബുവിനെയും കൂട്ടി 9:30 ശാശ്വതീകാനന്ദ കുളിക്കാനായി ആലുവ പുഴയിലേക്ക് പോയി. ജുബ്ബയും മുണ്ടും മോതിരവും സാബുവിനെ ഏൽപ്പിച്ച ശേഷം ഉത്തരീയം മാത്രം എടുത്ത് പുഴയിലേക്ക് ഇറങ്ങി. പിന്നീട് സാബുവിന്റെ പക്കൽ നിന്നും സോപ്പ് വാങ്ങി തേച്ചു. വീണ്ടും പുഴയിലേക്ക് ഇറങ്ങി മുങ്ങിയ ശാശ്വതീകാനന്ദ അടിയൊഴുക്കിൽപ്പെട്ടു പോകുകയായിരുന്നുവെന്ന് റിപ്പോർട്ട് വിവരിക്കുന്നു. ആശ്രമത്തിലേക്ക് എത്തുമ്പോൾ സാബുവിനെ കൂടാതെ സ്വാമി സൂക്ഷ്മാനന്ദയും സുഭാഷും ഒപ്പമുണ്ടായിരുന്നു. 114 സാക്ഷികളുടെ മൊഴി അന്വേഷണത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനും ഭാര്യ പ്രീതിയും ബിജു രമേശും ഉൾപ്പെടും. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മെഡിക്കൽ അനാലിസിസ് റിപ്പോർട്ടും വിശദമായി പരിശോധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റു സംശയങ്ങളൊന്നുമില്ലാത്തതിനാലാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ കോടതിയെ സമീപിക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ KG സൈമൺ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.